അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൻ്റെ മാസം, മുഹമ്മദ് നബി ജനിച്ച മാസം റബീഉൽ അവ്വൽ മാസം നമ്മളിൽ എത്തുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഏത് ആവശ്യങ്ങളും നിറവേറാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു സലാത്ത് പരിചയപ്പെടുത്തി തരാം. ഈ സലാത്തിൻ്റെ മഹത്വം അറിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കൂടെ കൂട്ടും. നിങ്ങൾ ഇതിൽ പറയും പോലെ ചൊല്ലുകയും ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചതിലും അധികമായിട്ട് പടച്ച റബ്ബ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുത ഫലം തന്നെ കിട്ടും. ഒരുപാട് പേർക്ക് ഇതിനെക്കൊണ്ട് ഒരുപാട് ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് എണ്ണിയാൽ തീരാത്ത ഫലങ്ങളാണ്. ഒരുപാട് ഈ സലാത്തിന് അത്രക്ക് മഹത്വമുണ്ട്. നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സലാത്താണിത്. നമ്മുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് കെട്ടിക്കിടക്കുന്ന ആഗ്രഹം, അത് എന്തുമാവട്ടെ, നമ്മുടെ അസുഖം മാറാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടികളില്ലാത്തവരാണെങ്കിൽ കുട്ടി ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് നിയത്ത് വെച്ചിട്ടായിരിക്കോട്ടെ, അല്ലെങ്കിൽ മനസ്സിൽ അതിയായ ഒരു പ്രേമം ആരോട്, നമ്മുടെ മുത്ത് ഹബീബിനോട്. മദീനത്ത് ഉംറക്ക് പോകണം, നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും വേണ്ട, നിങ്ങൾ മനസ്സിൽ ആഗ്രഹം നിയത്ത് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിക്കോളൂ. ഏതെങ്കിലും വഴി കൂടി നിങ്ങളുടെ കയ്യിൽ പൈസ വരികയും നിങ്ങൾക്ക് മദീനത്ത് പോകാനുള്ളൊരു ചാൻസ് പടച്ച റബ്ബ് അത്ഭുതകരമായിട്ട് കൊണ്ടുവന്ന് തരികയും മദീനത്ത് നിങ്ങൾ നബിൻ്റെ അടുത്ത് എത്തുകയും ചെയ്യും. അത് ഉറപ്പാണ്. ഒരുപാട് പേര് ഏത് സലാത്ത് ചൊല്ലിയിട്ട് ആഗ്രഹിച്ചിട്ട് മദീനത്ത് എത്തിയിട്ടുണ്ട്, അനുഭവമുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സലാത്ത് ചൊല്ലിയിട്ട് മക്കൾക്ക് പഠനം കുറവാണ്, പഠിക്കാനുള്ള കഴിവില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഉമ്മ എൻ്റെ മകനിക്ക് SLCയിൽ ഫുൾ A+ കിട്ടണമെന്നും പറഞ്ഞ് നേർച്ച വെച്ചിട്ട് ഈ സലാത്ത് ചൊല്ലിയിട്ട് എക്സാം റിസൾട്ട് വന്നപ്പോൾ അത്ഭുത ഫലമായിരുന്നു. അധികം പഠിക്കൊന്നും ചെയ്യാത്ത കുട്ടിയായിരുന്നു, പക്ഷേ പരീക്ഷയുടെ റിസൾട്ട് ഫുൾ A+ഉമായിരുന്നു. സലാത്തിൻ്റെ അത്ഭുതം എന്ന് തന്നെ പറയട്ടെ. അത്രക്ക് മഹത്വമുള്ള സലാത്താണ്. നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പടച്ച റബ്ബ് നമുക്ക് സാധിപ്പിച്ചു തരും. മുത്ത് ഹബീബിൻ്റെ മേൽ നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ സ്വലാത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നല്ല ഇഖ്ലാസോട് കൂടി നിയത്ത് വെച്ച് വേണം ചൊല്ലാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. റബീഉൽ അവ്വൽ മാസം നാളെ നമ്മളിൽ റബീഉൽ അവ്വൽ 1 എത്തുകയാണ്. റബീഉൽ അവ്വൽ 1 തുടങ്ങിയിട്ട് നിങ്ങൾ 12ൻ്റെ ഉള്ളിൽ ചൊല്ലിത്തീർക്കാൻ നിയത്തി വെച്ചിട്ട് ചൊല്ലിത്തീർക്കുകയാണെങ്കിൽ അങ്ങനെ ചൊല്ലിത്തീർക്കുക. അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ധാരാളം അധികരിപ്പിക്കുക. നിങ്ങളൊരു നിശ്ചിത എണ്ണം മനസ്സിൽ കണ്ടിട്ട് ധാരാളം അധികരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ദിവസത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾ നേരത്തെ തന്നെ ചൊല്ലിത്തീർക്കാൻ ശ്രമിക്കുക. റബീഉൽ അവ്വൽ മാസത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസം എടുത്താലും നിങ്ങൾക്ക് എപ്പോൾ ചൊല്ലിത്തീർക്കാൻ പറ്റുമോ മാക്സിമം നിങ്ങൾ സ്പീഡിൽ ചൊല്ലിത്തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ചൊല്ലിത്തീർക്കുക. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്താണ്. സ്വലാത്ത് ഫാത്തിമിയ എന്ന് പറയുന്ന സ്വലാത്താണിത്. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ട രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വ അഹ്ലിഹി. ഈ ഒരു സലാത്ത് നിങ്ങൾ ചൊല്ലേണ്ട രൂപം, നിങ്ങളുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടി ചൊല്ലേണ്ട രൂപം, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക. എന്നിട്ട് 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം തഹജ്ജുദിന് ശേഷം നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് പടച്ച റബ്ബിൻ്റെ മുന്നിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കൈകൾ ഉയർത്തിയിട്ട് നിങ്ങൾ എത്രയാണോ നിയത്തി വെക്കുന്നത്, 4444 അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം, നിങ്ങൾക്ക് എത്രയാണോ കഴിയണത് അത്രയും നിങ്ങൾ നിയത്തി വെച്ചിട്ട് നബിയുടെ ഹദ്റത്തിലേക്ക് എൻ്റെ ഇന്ന ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലി പൂർത്തിയാക്കാം. ഫാത്തിമിയ സ്വലാത്ത്, ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് നബിയുടെ ഹദ്റത്തിലേക്ക് ഞാൻ ചൊല്ലുന്ന ഈ സ്വലാത്ത് സ്വീകരിക്കണേ എന്നും പറഞ്ഞ് ദുആ ചെയ്തിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു നിസ്കാരപ്പായലിൽ നിന്ന് ദുആ ചെയ്തിട്ട് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുക. ആ ഒരു ഇരിപ്പിൽ കുറേ അങ്ങ് ചൊല്ലുക, കൗണ്ടർ എടുത്തിട്ട് എണ്ണം പിടിക്കുക.
ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യം നിറവേറിക്കിട്ടും. നിങ്ങളിപ്പോൾ 1,00,000 നിയത്ത് വെച്ചതെങ്കിൽ ഒരു 50,000 വലിയ ആഗ്രഹങ്ങളൊക്കെയാണ്, മദീനത്ത് പോകാനൊക്കെയാണ് ആഗ്രഹമെങ്കിൽ 1,00,000 2,00,000 നിയത്ത് വെച്ചിട്ട് ചൊല്ലുക. നമുക്ക് സ്പീഡിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ്. 1,00,000 ചൊല്ലുമ്പോൾ ഒരു 50,000 എത്തുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇതിനുള്ള ഫലം കണ്ടു തുടങ്ങും. അത്ഭുത ഫലമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് 100% ഉറപ്പാണ്. വിശ്വസിച്ചുകൊണ്ട് ചെല്ലാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു നമ്മുടെ ഈ ഒരു സ്വലാത്തൊക്കെ ചൊല്ലുന്നതൊക്കെ സ്വീകരിക്കട്ടെ. എത്തിലും പരത്തിലും നമുക്ക് ഈ സ്വലാത്ത് കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരേക്കും വേണ്ടിയിട്ട് ഞാനും ദുആയിൽ ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഈ ഭൂമിയിലില്ല. എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ആവശ്യങ്ങളോ നമുക്ക് സാധിപ്പിച്ചെടുക്കാനായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ അമൽ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.